ഓക്കെ, അപ്പോൾ നമ്മുടെ ആക്ടിവിറ്റി 4.1 സ്ക്വയർ വരച്ചത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കോഡിങ്ങും അതുപോലെ തന്നെ ഔട്ട്പുട്ട് കിട്ടിയത് എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ. ഇനി ആക്ടിവിറ്റി 4.2 മോർ ജിയോമെട്രിക് ഷേപ്സ്. ദ പൈത്തൺ പ്രോഗ്രാംസ് ഫോർ ക്രിയേറ്റിംഗ് ഡിഫറെൻറ്റ് ജിയോമെട്രിക് ഷേപ്സ് ആൻഡ് ദ ഷേപ്സ് ദസ് ക്രിയേറ്റഡ് ആർ ഗിവൺ ബിലോ. എൻ്റർ ദം ഇൻ IDLE, റൺ ആൻഡ് സീ വാട്ട് ഹാപ്പൻസ്. നമുക്ക് കുറച്ച് കോഡിങ്സ് തന്നിട്ടുണ്ട്. ആ കോഡിങ്സിൻ്റെ ഔട്ട്പുട്ടും മറു സൈഡ് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആ ഔട്ട്പുട്ട് നമുക്ക് ആദ്യം കോഡിങ്സ് എന്താണെന്നൊന്ന് വായിച്ച് നോക്കാം, അതെന്താണെന്നുള്ളത് മനസ്സിലാക്കാം. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ പ്രാക്ടിക്കൽ വീഡിയോസ് കാണാം. ഓക്കെ, അപ്പോൾ അതിനകത്ത് ഒരു പ്രോഗ്രാം നിങ്ങളെക്കൊണ്ട് എഴുതാനും കൂടി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതും കൂടി നമുക്കൊന്ന് ഫില്ല് ചെയ്യാം. നോക്കാം. ഫസ്റ്റ് പ്രോഗ്രാം എന്താണ്? തന്നിട്ടുള്ള ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ട്രയാങ്കിൾ ആണല്ലേ. അപ്പോൾ ട്രയാങ്കിൾ വരയ്ക്കാനുള്ള ഒരു പ്രോഗ്രാമാണ് ഫസ്റ്റ് തന്നിട്ടുള്ളത്. എന്താണ് കൊടുത്തിട്ടുള്ളത്? ഫ്രം ടർട്ടിൽ ഇമ്പോർട്ട് സ്റ്റാർ. അത് ബിഗിനിങ് സെൻറ്റൻസ് കൊടുത്തു. ദെൻ 4i ഇൻ റേഞ്ച് 3. ട്രയാങ്കിളിന് എത്ര സൈഡ്സാണ് ഉള്ളത്? 3 സൈഡ്സ്. അപ്പോൾ ആ താഴെ തരുന്ന രണ്ട് കോഡ് എന്ന് പറയുന്നത് റിപ്പീറ്റഡ് ആയിട്ട് ഫോർ ലൂപ്പിനകത്താണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് എത്ര തവണ ചെയ്യണം? 3 ടൈംസ് ചെയ്യണം എന്നർത്ഥം. ഓക്കെ, ദെൻ ഫോർവേഡ് 100. എന്താണ്? 3 സൈഡ്സിൻ്റെയും ലെങ്ത്ത് എന്ന് പറയുന്നത് സെയിം തന്നെയാണ്. അപ്പോൾ ഫോർവേഡ് 100 യൂണിറ്റ്സ് ആണ്. ദെൻ ലെഫ്റ്റ് 120 എന്ന് കൊടുക്കുന്നതിനർത്ഥം ലെഫ്റ്റ് സൈഡാണ് 120 കൊടുക്കുന്നത്. അപ്പോൾ റൈറ്റിലേക്കാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ മൊത്തം 180 മൈനസ് 120 ഡിഗ്രിയാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ റൈറ്റിലേക്കാണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ലെഫ്റ്റ് കൊടുക്കുന്നതുകൊണ്ടാണ് എന്ത് കൊടുത്തിട്ടുള്ളത്? 120 ഡിഗ്രി എന്ന് കൊടുത്തത്. അപ്പോൾ നിങ്ങൾ കൊടുക്കുന്ന കോഡിങ്ങിൽ ലെഫ്റ്റിന് പകരം റൈറ്റ് 60 എന്ന് കൊടുത്താലും കറക്റ്റാണ്. ഓക്കെ, അപ്പോൾ ലെഫ്റ്റ് 120 എന്ന് പറയുന്നത് എന്താണ്? ഔട്ട് സൈഡ് ആംഗിളാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ 120 ഡിഗ്രി. അപ്പോൾ 180 മൈനസ് 120 എന്ന് പറയുന്നത് 60 ഡിഗ്രി. അപ്പോൾ ബാക്കിയുള്ള 60 ഡിഗ്രി ഡ്രോ ചെയ്തു. അങ്ങനെ 100 യൂണിറ്റിലൊരു ലൈൻ വരച്ചു. വീണ്ടും അതുതന്നെയല്ലേ നമുക്ക് ചെയ്യേണ്ടത്? വീണ്ടും 100 യൂണിറ്റിലൊരു ലൈൻ എങ്ങനെയാണ് വരയ്ക്കേണ്ടത്? 120 ലെഫ്റ്റ് 120 ഡിഗ്രി. അപ്പോൾ ഔട്ട് സൈഡ് ഡിഗ്രി 120, ഉള്ളിൽ 60 ഡിഗ്രി ആയിട്ട് വരയ്ക്കുക. അപ്പോൾ 3 സൈഡ്സും 60 ഡിഗ്രി ആയിട്ടുള്ളൊരു ട്രയാങ്കിൾ നമുക്ക് കിട്ടി അല്ലേ. ഇക്വലേറ്ററൽ ട്രയാങ്കിൾ കിട്ടി, 3 സൈഡ്സും ഈക്വൽ. ദെൻ സെക്കൻഡ് പ്രോഗ്രാം എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഫ്രം ടർട്ടിൽ ഇമ്പോർട്ട് സ്റ്റാർ 4i ഇൻ റേഞ്ച് 5 സൈഡ്സ് ഉള്ളത്. ഇപ്പോൾ 5 സൈഡ്സ് ഉള്ള ഗ്രാഫിനെ അല്ലെങ്കിൽ പിക്ചറിനെ എന്താണ് പറയുക നമ്മൾ? പെൻറ്റഗൺ എന്നാണ് പറയുക അല്ലേ. അപ്പോൾ പെൻറ്റഗൺ വരയ്ക്കാനുള്ള പ്രോഗ്രാമാണ് തന്നിട്ടുള്ളത് അല്ലേ. പെൻറ്റഗൺ വരയ്ക്കാനുള്ള പ്രോഗ്രാം എങ്ങനെയാണ് തന്നിട്ടുള്ളത്? ഫസ്റ്റ് ബിഗിനിങ് സെൻറ്റൻസ് ഉണ്ട്. ദെൻ സൈഡ്സ് 5 ആയതുകൊണ്ട് തന്നെ എന്താണ് കൊടുത്തിട്ടുള്ളത്? 4i ഇൻ റേഞ്ച് 5. ദെൻ ഫോർവേഡ് 100 യൂണിറ്റിലുള്ള ലൈൻസാണ് വരയ്ക്കേണ്ടത്. 5 സൈഡും 100 യൂണിറ്റിലുള്ളതാണ് വരയ്ക്കേണ്ടത്. ദെൻ ലെഫ്റ്റ് 72 എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമുക്ക് ടോട്ടൽ ആംഗിൾസ് വരേണ്ടത് എന്താണ്? 360 ഡിഗ്രിയാണ് അല്ലേ. അപ്പോൾ 360 ഡിവൈഡഡ് ബൈ 5 എത്രയാണ്? 72 ഡിഗ്രി. ഓക്കെ, അപ്പോൾ 72 ഡിഗ്രി അതാണ് കൊടുത്തിട്ടുള്ളത്. ദെൻ അടുത്ത പ്രോഗ്രാം നിങ്ങളെ കൊണ്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് സെൻറ്റൻസ് എല്ലാവർക്കും കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ തന്നെ നോട്ട് ചെയ്യുക. ഫ്രം ടർട്ടിൽ ഇമ്പോർട്ട് സ്റ്റാർ എന്ന് ഫസ്റ്റ് സെൻറ്റൻസ് എഴുതി വയ്ക്കുക. ഇനി നോക്കുക, നിങ്ങൾക്ക് തന്നിട്ടുള്ള പിക്ചറിൽ ഔട്ട്പുട്ടായിട്ട് തന്നിട്ടുള്ളത് എന്തിൻ്റെ ഫിഗറാണ് തന്നിട്ടുള്ളത്? ഔട്ട്പുട്ടായിട്ട് ഏത് ഗ്രാഫാണ് തന്നിട്ടുള്ളത്? ഹെക്സഗൺ ആണ് അല്ലേ. ഹെക്സഗൺ എന്ന് പറഞ്ഞാൽ 6 സൈഡ്സ് ഉള്ള ഗ്രാഫ്. അപ്പോൾ 6 സൈഡ്സ് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കണം? 4i ഇൻ റേഞ്ച് ഓഫ് 6 എന്ന് കൊടുക്കണം. താഴെ പറയുന്ന കോഡ്സ് എന്ന് പറയുന്നത് എത്ര തവണ റിപ്പീറ്റ് ചെയ്യണം? 6 ടൈംസ് റിപ്പീറ്റ് ചെയ്യണം. സോ 4i ഇൻ റേഞ്ച് 6. ഓക്കെ, ഇനി നെക്സ്റ്റ് ലൈൻ ഫോർവേഡ് 100 തന്നെ കൊടുക്കുക. അതുപോലെ തന്നെ ലെഫ്റ്റ് എത്ര ഡിഗ്രി ആയിരിക്കണം? നമുക്ക് തന്നിട്ടുള്ള ഫിഗറിൽ എത്രയാണ് ലെഫ്റ്റ് ഡിഗ്രി കൊടുത്തിട്ടുള്ളത്? 60 ഡിഗ്രിയാണ്. അപ്പോൾ ലെഫ്റ്റ് ഓഫ് 60 ഡിഗ്രി എന്ന് കൊടുക്കുക. ഇതാണ് അവിടെ എഴുതേണ്ട പ്രോഗ്രാം. ഒന്നുകൂടി മിസ് പറയാം. ആ ബോക്സിൽ എഴുതേണ്ട പ്രോഗ്രാം ഫ്രം ടർട്ടിൽ ഇമ്പോർട്ട് സ്റ്റാർ 4i ഇൻ റേഞ്ച് ഓഫ് 6 ഫോർവേഡ് 100 ലെഫ്റ്റ് 60 ഡിഗ്രി. ഇനി നമ്മൾ ചെയ്യുന്ന പ്രോഗ്രാമിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ കൊടുത്തിട്ടുള്ള 4i ഇൻ റേഞ്ച്
ഓഫ് 5 എന്ന് കൊടുത്ത് 2 ഡോട്ട് എന്ന് വെച്ചാൽ കോളൻ കൊടുത്തിട്ടുണ്ട് അല്ലേ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ആ കോളൻ കൊടുക്കുന്നത് നിങ്ങളെങ്ങാനും വിട്ടുപോയി കഴിഞ്ഞാൽ പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ നമുക്ക് ഔട്ട്പുട്ട് കിട്ടില്ല. വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിലും ചെറിയ ചെറിയ മിസ്റ്റേക്ക് മതി നമുക്ക് ഔട്ട്പുട്ട് കിട്ടാതിരിക്കും. അപ്പോൾ ചെയ്യുമ്പോൾ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് അത് ശ്രദ്ധിച്ചിട്ട് വേണം ടൈപ്പ് ചെയ്യാൻ. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ ഈ 3 പ്രോഗ്രാമിൻ്റെ പ്രാക്ടിക്കൽ വീഡിയോസ് കണ്ടിട്ട് വരാം.